ഹായ് ഓൾ, ഗാലക്റ്റിക് ക്വിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രതിഭാ ക്വിസുമായി ബന്ധപ്പെട്ട ചില പ്രധാന ആനുകാലിക ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് LP, UP, HS, HSS വിഭാഗക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടും. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമ ഏതാണ്? ഉത്തരം ലോക, ചാപ്റ്റർ 1 ചന്ദ്ര. ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമ. ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുടെ ആത്മകഥയായ ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പൽസിന് ആമുഖം എഴുതിയത് ആരാണ്? ഉത്തരം നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോനിയുടെ ആത്മകഥയായ ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പൽസിന് ആമുഖം എഴുതിയത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയി നിയമിതയായത് ആരാണ്? ഉത്തരം ജസ്റ്റിസ് PV ആശ. ജസ്റ്റിസ് PV ആശയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതയായത്. കേരള കലാമണ്ഡലത്തിലെ 90 വർഷത്തെ ചരിത്രത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നും കഥകളി പഠിക്കാനെത്തിയ ആദ്യ വിദ്യാർത്ഥി ആരാണ്? ഉത്തരം സാബ്രി. കേരള കലാമണ്ഡലത്തിലെ 90 വർഷത്തെ ചരിത്രത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നും കഥകളി പഠിക്കാനെത്തിയ ആദ്യ വിദ്യാർത്ഥി ആരാണ്? ഉത്തരം സാബ്രി. വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുവാനായി വിസ എന്ന പേരിൽ ഒരു പുതിയ വിസ വിഭാഗം ആരംഭിച്ച രാജ്യം ഏതാണ്? ഉത്തരം ചൈന. വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുവാനായി വിസ എന്ന പേരിൽ ഒരു പുതിയ വിസ വിഭാഗം ആരംഭിച്ചത് ചൈനയാണ്. ആറാമത്തെ ചോദ്യം, സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന ഹനുമാൻ പ്രതിമ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. അമേരിക്കയിലാണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന ഹനുമാൻ പ്രതിമ ഉള്ളത്. ഏഷ്യ കപ്പ് 2025 കിരീടം നേടിയത് ഏത് രാജ്യം? ഉത്തരം ഇന്ത്യ. ഇന്ത്യയാണ് ഏഷ്യ കപ്പ് 2025 കിരീടം നേടിയത്. രാജ്യത്തെ ആദ്യത്തെ മുള അധിഷ്ഠിത ബയോ റിഫൈനറി ഉദ്ഘാടനം ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അസം. അസമിലാണ് രാജ്യത്തെ ആദ്യത്തെ മുള അധിഷ്ഠിത ബയോ റിഫൈനറി ഉദ്ഘാടനം ചെയ്യുന്നത്. നാസയും ISROയും സംയുക്തമായി വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഉത്തരം നിസാർ. നിസാറാണ് നാസയും ISROയും സംയുക്തമായി വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കാവൽ പദ്ധതിയിൽ എത്ര വയസ്സുവരെയുള്ളവരെയാണ് ഉൾപ്പെടുത്തുന്നത്? ഉത്തരം 21. 21 വയസ്സ് വരെയുള്ളവരെയാണ് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കാവൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. 60 വർഷത്തെ സേവനത്തിനു ശേഷം 2025 സെപ്റ്റംബർ 26 വിരമിച്ച വ്യോമസേനയുടെ യുദ്ധവിമാനം ഏത്? ഉത്തരം MiG-21. MiG-21 ആണ് 60 വർഷത്തെ സേവനത്തിനു ശേഷം 2025 സെപ്റ്റംബർ 26 വിരമിച്ച വ്യോമസേനയുടെ യുദ്ധവിമാനം. വിനോദസഞ്ചാര ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 27. സെപ്റ്റംബർ 27 തീയതിയാണ് വിനോദസഞ്ചാര ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് 2025 സെപ്റ്റംബറിൽ സംഘർഷമുണ്ടായ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ലഡാക്ക്. സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് 2025 സെപ്റ്റംബറിൽ സംഘർഷമുണ്ടായ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. അക്ഷരകേളിയുടെ NK ദേശം പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം V മധുസൂദനൻ നായർ. V മധുസൂദനൻ നായരാണ് അക്ഷരകേളിയുടെ NK ദേശം പുരസ്കാരത്തിന് അർഹനായത്. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം റഷ്യ. റഷ്യയാണ് ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി. 2025 ലോക ഹൃദയ ദിനത്തിൻ്റെ തീം എന്താണ്? ഒരു സ്പന്ദനം പോലും നിലയ്ക്കരുത്. ഡോണ്ട് മിസ് എ ബീറ്റ്. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നതാണ് 2025 ലോക ഹൃദയ ദിനത്തിൻ്റെ തീം. BCCIയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? ഉത്തരം മിഥുൻ മൻഹാസ്. മിഥുൻ മൻഹാസ് ആണ് BCCIയുടെ പുതിയ പ്രസിഡന്റ്. മുഖ്യമന്ത്രിയുമായി പൊതുജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതി ഏത്? ഉത്തരം CM വിത്ത് മീ. CM വിത്ത് മീ ആണ് മുഖ്യമന്ത്രിയുമായി പൊതുജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതി.
എത്രാം തവണയാണ് ഇന്ത്യക്ക് ഏഷ്യാ കപ്പ് കിരീടം ലഭിക്കുന്നത്? ഉത്തരം 9-ാം തവണ. 9-ാം തവണയാണ് ഇന്ത്യക്ക് ഏഷ്യാ കപ്പ് കിരീടം ലഭിക്കുന്നത്. 20-ാമത്തെ ചോദ്യം, വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള ഓപ്പറേഷൻ ഏത്? ഉത്തരം വനരക്ഷ. വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടും കണ്ടെത്തുവാനുള്ള ഓപ്പറേഷനാണ് വനരക്ഷ. അടുത്ത ചോദ്യം, പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഉത്തരം ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണനാണ് പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. Thank you for watching this video. Please like, share and subscribe.